മുഖ്യമന്ത്രി പിണറായി വിജയന് 80 വയസ്സ് തികയുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ മനസ്സിലുണ്ട്. ഏതാണ്ട് 10-40 വർഷമായിട്ട് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ, ഭരണകർത്താവിനെ നേരിട്ടറിയാം. എന്തായാലും പിണറായി വിജയൻ എല്ലാ കാലത്തും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഒരുപാട് അലയൊലികൾ സൃഷ്ടിച്ച നേതാവാണ്. പിണറായി ഇന്ന് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ അജണ്ട നിശ്ചയിക്കുന്ന പ്രധാന നേതാവായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് 90കളിലെ പഴയ നിയമസഭയിൽ കെട്ടിടത്തിൽ, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിന് തൊട്ടുള്ള നിയമസഭാ കെട്ടിടത്തിൽ നിയമസഭ നടക്കുന്ന കാലത്താണ് ഞാൻ പിണറായി വിജയനെ എന്ന നേതാവിനെ MLA പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം MLA മാത്രമായിരുന്നു ആദ്യമായിട്ട് കാണുമ്പോൾ. പിന്നീട് വൈദ്യമന്ത്രിയൊക്കെ ആയി തുടക്കകാലത്ത്. അതിന് മുമ്പുള്ള സമയത്ത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കാർക്കശ്യം പല കാര്യങ്ങളിലും വളരെ, ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പാക്കിയിരിക്കും. അത് അന്നും വൈദ്യമന്ത്രിയായിരിക്കുമ്പോഴൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ നിയമസഭയുടെ സീറ്റിങ്ങിൽ പിറകിലാണ് പത്രക്കാർക്ക്, മാധ്യമപ്രവർത്തകർക്ക് ഇരിക്കാനുള്ള സ്ഥലം. അതിനു മുമ്പിലൂടെയാണ് വിശ്രമ കേന്ദ്രം അല്ലെങ്കിൽ വിശ്രമ സ്ഥലത്തേക്ക് കടന്നു പോകുന്നത്. പത്രലേഖകരും അതുപോലെ തന്നെ നിയമസഭയിലുള്ള നിയമസഭാംഗങ്ങളും കണ്ടുമുട്ടുന്നത് അവിടെ വെച്ചാണ്. സ്വാഭാവികമായിട്ട് ഒരു ദിവസം കോൺഗ്രസിൻ്റെ തന്നെ ചാണക്യനായി അറിയപ്പെടുന്ന മലബാറിലെ പ്രമുഖ നേതാവ്, നിലമ്പൂരിൽ നിന്നുള്ള ആര്യാടൻ മുഹമ്മദായിട്ട് എനിക്കൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ഒരുപാട് വാർത്തകൾ നമുക്ക് കിട്ടാൻ രാഷ്ട്രീയക്കാർ കാരണമാവും. അങ്ങനെ ആര്യാടൻ മുഹമ്മദുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഒരു പതിവ് നടപ്പ് ശൈലിയിൽ പിണറായി വിജയൻ കടന്നു വരുന്നു. അപ്പോൾ കടന്ന് ചിരിച്ചുകൊണ്ട് കടന്നുപോയി. ഇവർ രണ്ട് വ്യത്യസ്ത ചേരികളിലാണെങ്കിലും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ പിണറായി കടന്നുപോയപ്പോൾ പിണറായിയെ ചൂണ്ടിക്കൊണ്ട് ആര്യാടൻ, 90കളുടെ തുടക്കത്തിലാണെന്ന് ഓർക്കണം, അന്ന് പിണറായി വിജയൻ എന്താ പറയുക, രാഷ്ട്രീയത്തിൽ മുൻനിരയിലേക്ക് എത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട നേതാക്കളെന്ന് പറയുന്നത് നായനാരും അതുപോലെ VS-ഉം അടക്കം ഗൗരിയമ്മയൊക്കെ അടക്കമുള്ള ഒരുപാട് നേതാക്കളുടെ ഒരു ഇതിൽ നിൽക്കുന്ന സമയമാണ്. EMS ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു രണ്ടാം നിര നേതൃത്വത്തിലാണെന്ന് പിണറായി ഉള്ളത്. എന്നാൽ പിണറായി കണ്ണൂരിലെ ശക്തനായിട്ടുള്ള നേതാവ് തന്നെയാണ്. അപ്പോൾ അന്ന് ആര്യാടൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ആര്യാടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആര്യാടൻ പറഞ്ഞു, പിണറായിയെ സൂക്ഷിച്ചോളൂ. സൂക്ഷിച്ചോന്ന് വെച്ചാൽ നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്. ആസ് എ ജേർണലിസ്റ്റ് യു ഷുഡ് വാച്ച് ഹിം. പുള്ളിയെ ശ്രദ്ധിക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടുത്ത നേതാവായി ഉയർന്നു വരുന്നത് പിണറായി വിജയനായിരിക്കും. ആ 90കളുടെ തുടക്കത്തിലാണ് പറഞ്ഞത്. അന്ന് എനിക്ക് തോന്നിയിരുന്നു എന്തോ ഒരു പ്രത്യേകത പിണറായി വിജയൻ എന്ന നേതാവിനുണ്ട്. അദ്ദേഹത്തിന് അന്ന് പ്രത്യേകിച്ച് ഈ പാർട്ടിയുടെ ശാക്തിക ചേരികളിൽ മലബാറിന് എപ്പോഴും ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ മലബാറിലെ ഒരു ഏറ്റവും പ്രമുഖനായ നേതാവായിട്ട് എമർജ് ചെയ്ത് വരുന്നു പിണറായി വിജയൻ. ഒപ്പം തന്നെ തെക്ക് ഒരുപക്ഷെ മലബാറിലെ നേതൃത്വം നായനാരായിട്ടൊന്നും അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. VS അടക്കമുള്ളവർ തമ്മിൽ പലതിലും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയുള്ള നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നായനാരെ മുഖ്യമന്ത്രിയാക്കാൻ VS തന്നെ ശ്രമിച്ചു മുന്നിലെത്തി എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മലബാറിലെ നേതാക്കളിൽ VS-മായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന നേതാവ് പിണറായി വിജയനായിരുന്നു. അതാണ് ആര്യാടൻ പറഞ്ഞ ഒരു നിലപാടിന് കാരണം. ഒരു ഭാഗത്ത് VS-ഉമായിട്ട് വലിയ അടുപ്പം, മറുഭാഗത്ത് മലബാറിൻ്റെ അതിശക്തനായ നേതാവ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ CPM-ലെ ഫോർമുല അനുസരിച്ച് ഉയർന്നു വരാൻ സാധ്യതയുള്ള പാർട്ടിയുടെ അടുത്ത നേതാവായിട്ട് ഉയർന്നു വരുന്ന നേതാവ്, നായനാർക്കും VS-നും ശേഷം ഉയർന്നു വരുന്ന നേതാവ് പിണറായി ആയിരിക്കുമെന്ന് വളരെ ചാതുര്യത്തോടെ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. അത് ശരിയായി എന്ന് മാത്രമല്ല, ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ, ഒരുപക്ഷെ CPM രാഷ്ട്രീയത്തിൽ തന്നെ പിണറായിയുടെ ഒരു ടവറിങ് ഇതിലേക്ക് എത്താൻ പറ്റിയ നേതാക്കളുണ്ട്. ഇല്ല എന്നൊന്നും പറയുന്നില്ല. CPM-ൽ AKG-യും കൃഷ്ണപിള്ളയും EMS-ഉം അച്യുതാനന്ദനും നായനാരും ഒക്കെ ഉള്ള നേതാക്കളുണ്ട്. പക്ഷേ ഇന്നത്തെ സമീപകാല ചരിത്രത്തിൽ പിണറായി നേടിയ നേട്ടങ്ങൾ ഒരുപക്ഷെ അവർക്ക് പോലും അപ്രാപ്യമായിരുന്നു. കാരണം രണ്ടാം തവണ ഒരു മന്ത്രിസഭയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരിക, മൂന്നാം ഊഴത്തിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയെങ്കിലും തുടങ്ങി വയ്ക്കാൻ കഴിയുക, അതും പാർട്ടിയിൽ വിഭാഗീയത കത്തി നിന്ന കാലത്താണ് പിണറായി പാർട്ടിയുടെ സെക്രട്ടറിയായി 1998 എത്തുന്നത്. ആ സമയത്തുനിന്ന് മുതൽ പാർട്ടിയിൽ ഏറ്റവും വലിയ വിഭാഗീയത അരങ്ങേറിയ കാലഘട്ടമാണ്. അതിന് മുമ്പും പിൻപും VS-ഉമായിട്ട് നേരിട്ട് തൻ്റെ ഒരുപക്ഷെ ഗുരുവായിട്ട് അറിയപ്പെടാവുന്ന
വി എസുമായിട്ട് നേരിട്ട് കൊമ്പ് കോർക്കുന്ന തരത്തിലേക്ക് വി എസ് പക്ഷവും പിണറായി പക്ഷവും എന്ന നിലയിൽ കാര്യങ്ങളുണ്ടായി, ഏറ്റുമുട്ടലുണ്ടായി. പാലക്കാട് സമ്മേളനത്തിൽ വി എസും പിണറായിയൊക്കെ ഒരുമിച്ചായിരുന്നെങ്കിൽ അന്ന് ഒരു CITU നിരയെ വെട്ടി വീഴ്ത്തിയാണ് വി എസിൻ്റെ നേതൃത്വത്തിൽ അന്ന് പാർട്ടിയുടെ അധികാരം പിടിച്ചെടുത്തത്. അതിനുശേഷം പിന്നീട് ചടയൻ ഗോവിന്ദൻ മരണമടഞ്ഞപ്പോൾ 98-ൽ സ്വാഭാവികമായിട്ടുള്ള അതിൽ നിന്ന് വിട്ടുകൊണ്ട് ചിലപ്പോൾ VS സെക്രട്ടറിയാവും മറ്റുള്ളവരൊക്കെ ആവുമെന്ന് പറഞ്ഞിരിക്കെ വളരെ അപ്രതീക്ഷിതമായിട്ട് പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് മാറുകയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വൈദ്യുതി മന്ത്രിയായി അത്യാവശ്യം നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നായനാർ മന്ത്രിസഭയിൽ. പിണറായി വിജയനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു എന്ന വാർത്ത വരുന്നത് അത് ഞാനന്ന് റിപ്പോർട്ട് ചെയ്ത് ഓർക്കുന്നു. അപ്പോൾ അന്ന് കുറിച്ചതാണ് പിണറായി ഈ പാർട്ടിയിൽ ഇനി ഒരുപാട് കാലം വാഴാൻ പോകുന്നു. 16 വർഷമാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ഇരുന്നു കൊണ്ട് വിഭാഗീയതയും എല്ലാം കാർക്കശ്യത്തോടെ നേരിടുന്ന പാർട്ടിയുടെ സ്റ്റീം റോളർ ഉരുളുക എന്ന് പറയും. അതിൽ അതിശക്തമായിട്ട് ഒരുപക്ഷെ വി എസിനെ പോലെ കരുത്തുള്ള ഒരു നേതാവ് അപ്പുറത്ത് നിൽക്കുകയും ഒരുപക്ഷെ അവർ ഒരുമിച്ചായിരുന്നു പിന്നീട് അവർ തമ്മിൽ കൊമ്പ് കോർക്കുന്ന തരത്തിലേക്ക്, ഞാൻ വ്യക്തികളെന്ന് പറയുന്നില്ല, രണ്ട് ആശയങ്ങൾ തമ്മിൽ, അത് പ്രത്യേകിച്ച് ഭൂരിപക്ഷ വർഗീയതയുടെ കാര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ കൂടെ കൂട്ടുന്ന കാര്യത്തിൽ ഒക്കെ നിന്ന സമയത്തും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പിണറായി ശക്തമായിട്ട് നിലകൊണ്ടു. ആ വിഭാഗീയതയിൽ ആദ്യ കാലഘട്ടത്തിൽ വി എസിനായിരുന്നു അല്പം മുൻതൂക്കമെങ്കിലും പിന്നീട് കണ്ണൂർ സമ്മേളനം, മലപ്പുറം സമ്മേളനം വന്നപ്പോഴേക്കും പാർട്ടിയുടെ സമ്പൂർണ്ണ ആധിപത്യം പിണറായിയിലേക്ക് വന്ന് ചേരുകയായിരുന്നു. അതിൽ മലപ്പുറം സമ്മേളനത്തിൽ വി എസ് പക്ഷക്കാരായ ആൾക്കാർ മത്സരിച്ച് തോൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. പിണറായി അതിനുശേഷം ഇപ്പോൾ പിണറായി പാർട്ടിയിലും പുറത്തും അജയനായിട്ട് നിലകൊള്ളുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജികളൊക്കെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ നിലപാടുകളുള്ള ഒരുപാട് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. അത് UDF-ലാണെങ്കിലും LDF-ലാണെങ്കിലും. UDF-ലെടുത്താൽ പട്ടം താണുപിള്ള, UDF-ൻ്റെത് പറയാൻ പറ്റില്ല, എന്തായാലും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരികളിൽ പട്ടം താണുപിള്ള, പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെയൊക്കെ പേരുകൾ കേട്ട കാലം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് C. അച്യുതമേനോൻ CPIയുടെ നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായിട്ട് വന്ന അന്ന് കോൺഗ്രസ് ആയിരുന്നു പിന്തുണ നൽകിയിരുന്നത്. പക്ഷേ C. അച്യുതമേനോൻ വളരെ മിതഭാഷിയായിട്ടുള്ള ക്രാന്തദർശിയായ നേതാവായിരുന്നു. പിന്നീട് കരുണാകരൻ സൈദ്ധാന്തികനായിട്ടൊന്നും അറിയപ്പെട്ടിരുന്നത്, പക്ഷെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ചാണക്യനായിരുന്നു കരുണാകരൻ. മാളയിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ ശ്രീ കരുണാകരനെ നേരിട്ടറിയാം. പ്രത്യേകിച്ച് പിതാവുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നു. എൻ്റെ പിതാവ് കരുണാകരൻ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന സമയത്ത്. പക്ഷേ കരുണാകരൻ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് വളരെ പ്രായോഗിക രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൽ ചെലുത്തിയതുപോലെ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയായിട്ട് മാറിയ ഒരാൾ പിണറായി വിജയനാണ്. പിണറായി വിജയനെ കുറിച്ച് നമുക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. പക്ഷേ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനെ വിലയിരുത്തുമ്പോൾ ഈ കരുണാകരൻ ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുന്നതിൽ, ക്രൈസ്തവ ബിഷപ്പുമാരായിട്ട് ബന്ധം, മുസ്ലിമിലെ പാണക്കാട് ശിഹാബ് തങ്ങളുടെ അവിടെ പോകും. അങ്ങനെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, ഹൈന്ദവ സമുദായത്തിൽ ജനിക്കുകയും എന്നാൽ ന്യൂനപക്ഷ സമുദായങ്ങൾ, മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുക, അങ്ങനെ അത്യാവശ്യം ജാതി അല്ലെങ്കിൽ മതരാഷ്ട്രീയം എന്നൊക്കെ പറയുമെങ്കിലും കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അതൊക്കെ കൊണ്ടുപോയിരുന്ന ആളാണ് കരുണാകരൻ. CPM പോലൊരു പാർട്ടിയിൽ അങ്ങനെ പരസ്യമായിട്ടൊരു ഇത് സാധിക്കില്ല. പക്ഷേ പിണറായി വിജയനെ വിലയിരുത്തുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഈ മതപരമായി ഇതിനെയൊക്കെ എതിർക്കുന്ന പ്രസ്ഥാനത്തിൻ്റെതായിരുന്നിട്ട് കൂടി മതപരമായിട്ടുള്ള സംഘടനകളുടെ പ്രസ്ഥാനങ്ങളുടെയൊക്കെ തലപ്പത്തുള്ളവരുമായിട്ട് ഒരു വ്യക്തിബന്ധമോ അല്ലെങ്കിൽ അവരുമായിട്ട് നേരിട്ടൊരു ഡയറക്റ്റ് ലിങ്ക് ഉണ്ടാക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. കരുണാകരന് ശേഷം അതുപോലെ എല്ലാ സമുദായങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നില്ലേ, എതിർപക്ഷമായിട്ട് അതിശക്തമായിട്ട് കൊമ്പ് കോർക്കുന്ന ആളാണ്. അതിലൊന്നും ഇതില്ല. പക്ഷേ അദ്ദേഹത്തിന് ആരെ എപ്പോൾ എവിടെ നിർത്തണമെന്നറിയാം. NSS-മായി കലഹിക്കുമ്പോഴും SNDP-യെ കൂടെ നിർത്തുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ ഇതിൽ പങ്കെടുക്കാനായി ഹെലികോപ്റ്ററിൽ വരെ പോകാൻ തയ്യാറാവുന്നു. അതുപോലെ തന്നെ പലരുമായിട്ടും വളരെ വ്യക്തിപരമായ ബന്ധം. KM മാണിയെപ്പോലുള്ള കേരള കോൺഗ്രസിൻ്റെ നേതാവ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് കാണുന്നതും അതുപോലെ തന്നെ കേരള കോൺഗ്രസുമായിട്ടുള്ള ബന്ധം, പിന്നീട് കേരള കോൺഗ്രസിനെ തന്നെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിൽ വിജയിച്ചു പിണറായി. അപ്പോൾ പിണറായിക്ക് ആ തരത്തിൽ വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ കഴിവുള്ള ആളാണ്. കഴിഞ്ഞ ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചത്. പക്ഷെ അതൊക്കെ തിരിച്ചു പിടിച്ച് ഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ പിണറായി മാജിക്കിന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
ഒരു പക്ഷേ കിറ്റുകൾ കൊടുത്ത് ഭരണം നേടിയെന്നൊക്കെ പറയുമ്പോഴും എങ്ങനെ ഏത് സമയത്ത് എന്ത് സ്ട്രൈക്ക് ചെയ്യണം എന്നുള്ളത് പിണറായിക്ക് അറിയാം. ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകരുമായി വലിയ ബന്ധം ഉള്ളവരായിരുന്നു പഴയ നേതാക്കളായിരുന്ന കെ കരുണാകരൻ, AK ആൻ്റണി, നായനാർ. ഇണങ്ങിയും പിണങ്ങിയാണെങ്കിൽ പോലും മാധ്യമപ്രവർത്തകരുമായി ഹാസ്യം പറഞ്ഞ് അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിരുന്നു. VS ആണ് അല്പം വ്യത്യസ്തമായിട്ട് മാധ്യമപ്രവർത്തകരുമായിട്ട് അത്യാവശ്യം ബന്ധം, വളരെ അടുത്ത ആൾക്കാരുമായി ബന്ധമുണ്ട്. അല്ലെങ്കിൽ പൊതുവെ മാധ്യമപ്രവർത്തകർക്ക് അത്ര അനുകൂലമായിട്ടുള്ള നിലപാടായിരുന്നില്ല VSൻ്റേത്. പക്ഷേ മാധ്യമപ്രവർത്തകരുമായി കൊമ്പ് കോർക്കുന്ന ഒരു നിലപാടെടുത്ത ഒരു പിണറായി. പക്ഷെ വ്യക്തിപരമായി തിരിച്ചാണ് എൻ്റെ അഭിപ്രായം. പിണറായി വിജയൻ എന്ന നേതാവിനെ ഒരുപക്ഷെ അധികം ആൾക്കാരെ വിലയിരുത്തിയിട്ടുണ്ട് ഉണ്ടാവാം. വളരെ അടുത്ത് കാണാനും സംസാരിക്കാനും അവസരം കിട്ടിയിട്ടുള്ളൊരു മാധ്യമപ്രവർത്തനാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ ഒരു നേതാവില്ല. അദ്ദേഹത്തിൻ്റെ ആശയഗതികളോടൊന്നും അങ്ങനെ യോജിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. ഒരു ആശയഗതിയോടൊന്നും നിന്നില്ല. രാഷ്ട്രീയത്തിൽ ഒരു സ്വതന്ത്ര നിലപാടെടുക്കുന്ന ആളാണ്. പക്ഷേ വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്നതിൽ പിണറായി വിജയൻ എന്നുള്ള നേതാവിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം അതൊന്നും പുറത്തേക്ക് ആരോടും പറയത്തില്ല. പല കാര്യങ്ങളിലും ഇപ്പം അടുത്ത കാലത്ത് തന്നെ 2 തവണ പിണറായി വിജയൻ എന്ന നേതാവിനെ വ്യക്തിപരമായ കാര്യങ്ങൾ വ്യക്തിപരവും ഒഫീഷ്യലായിട്ടുമാണ് കണ്ടത്. പക്ഷേ അദ്ദേഹം അത് എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്, അത് കാണേണ്ടത് തന്നെയാണ്. ഞാൻ ക്ലിഫ് ഹൗസിൽ പോയാണ്. അദ്ദേഹം അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. വേറെ ഒരാളും വേറെ നേതാക്കൾ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയാൽ 1000 അല്ലെങ്കിൽ 100 കണക്കിന് ആൾക്കാരുടെ നടുവിലായിരിക്കും നമുക്ക് ഉമ്മൻചാണ്ടിയോട് സംസാരിക്കാൻ കഴിയും. ഒരു രഹസ്യവും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് അദ്ദേഹം മാറിയിരുന്ന് ചിലപ്പോൾ 2 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും ആൾക്കാർ ഇടിച്ചു കയറി വന്നുകൊണ്ടിരിക്കും. പക്ഷെ പിണറായി വിജയൻ എന്ന നേതാവിനോട് സംസാരിക്കുമ്പോൾ ആ അടുത്തൊന്നും ഒരാൾ പോലും കാണില്ല. 1 to 1 ആണ്. എന്ത് കാര്യവും പറയാം. പക്ഷേ പറയുന്നതിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകും, അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യും. അതൊരു വളരെ വ്യത്യസ്തമായൊരു ശൈലിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ചില ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്ക് യോജിക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടക്കു പുറത്ത് അദ്ദേഹം വളരെ അസ്വസ്ഥനായി കഴിഞ്ഞാൽ അങ്ങനെ തീവ്ര നിലപാടെടുക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഈ കത്തോലിക്ക സഭയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ മത്തായി ചാക്കോയുടെ സംബന്ധിച്ചുള്ള വിവാദത്തിൽ ഒരു ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച സംഭവം അത് വലിയ കോളക്കമായതാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് ബിഷപ്പുമാരാരും പങ്കെടുക്കരുത് എന്ന് ചില ബിഷപ്പുമാരുടെ തലപ്പത്തുള്ളവർ പറയുന്നതുണ്ടായി. പക്ഷെ അതിനൊക്കെ ലംഘിച്ചുകൊണ്ട് ചിലർ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി രാഷ്ട്രീയമായി എതിർപ്പുണ്ടെങ്കിലും വ്യക്തിപരമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളാണ്. ഒരാൾ അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ സമയം കണ്ടെത്തി എത്ര തിരക്കുണ്ടെങ്കിലും, കഴിഞ്ഞ തവണ ഞാൻ കണ്ടപ്പോൾ ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് കൃത്യമായ അറിവുണ്ടെന്ന് മാത്രമല്ല പല കാര്യങ്ങളും മുൻകൂട്ടി സെൻസ് ചെയ്യാനുള്ള ഇതുണ്ട്. അത് രാഷ്ട്രീയമായ നീക്കങ്ങളായും മറ്റു നീക്കങ്ങളായാലും എല്ലാത്തിനെക്കുറിച്ചും ഒരു ഗ്രാഹ്യം. ഇനി അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഈ വിഷയം ഞാൻ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ആദ്യമായിട്ടത് അറിവ് ലഭിക്കുന്നതാണ് എന്ന് പറയാനും മടിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പിണറായി വിജയൻ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ പ്രതിസന്ധികളിൽ കുലുങ്ങാത്തൊരു നേതാവ്, ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതിന് ശരിയോ തെറ്റോ എന്നറിയില്ല. പിണറായി വിജയൻ ഒരുപക്ഷെ നേരിട്ട പോലെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധികളും എതിർ പ്രശ്നങ്ങളും നേരിട്ട നേതാക്കൾ അധികം ഉണ്ടാവില്ല. കെ കരുണാകരൻ നേരിട്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും പാമോയിൽ കേസും ചാരക്കേസൊക്കെ നേരിട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസ് വന്നിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് അതിനൊക്കെ തതുല്യമോ അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബ്രണ്ണൻ കോളേജിൽ KSFൻ്റെ നേതാവായിട്ടിരിക്കുന്ന കാലത്ത് തന്നെ ഒരുപാട് സുധാകരനുമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ സാധാരണ സംസാരിക്കാറുണ്ട്. പക്ഷേ ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്താണ് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ഒരു തൻപോരിമയും പോരാട്ട വീര്യവും കേരളം കണ്ടത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ഇത്രയും കർക്കശക്കാരനും ഒരു എന്താ പറയുക പരുക്കനുമായിട്ട് തോന്നാൻ ഒരു കാരണം 1975 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. 1975 ആണ് പിണറായി വിജയനെ അടക്കം 10 MLA-മാരെ അറസ്റ്റ് ചെയ്യുന്നത്. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പിണറായി വിജയനെ മർദ്ദിച്ചതിന് കയ്യും കണക്കുമില്ല. അദ്ദേഹത്തിൻ്റെ കാല് ഒടിഞ്ഞു തൂങ്ങിയെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ബോധം മറയുന്നത് വരെ പോലീസ് ബൂട്ട്സ് ഇട്ട് ചവിട്ടി, ബെൽറ്റൂരി SI അടിച്ചു. അങ്ങനെ ഒരു നേതാവിന് കൊള്ളാവുന്നതിലേറെ പ്രഹരം ഏറ്റുവാങ്ങിയിട്ടും കീഴടങ്ങാതെ നിന്ന ഒരു ധൈര്യം
പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വളർച്ചയിൽ, കാരണം ഇത്രയും പ്രതികൂല സാഹചര്യങ്ങൾ, ഒരാളുടെ അടിച്ച് തകർത്ത് കാലൊടിക്കുക, കാല് തൂങ്ങിക്കിടക്കുക, പിന്നെ കൈക്ക് പരിക്ക് പറ്റുക, അതുപോലെ തന്നെ ബോധം മറയുന്നവരെ ബൂട്ട്സ് ഇട്ട് ചവിട്ടുക, ഇത്രയും മൃഗീയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നതെന്ന് നമുക്കൊരു പക്ഷേ പലരും ഈ തലമുറയിൽപ്പെട്ടവർ ഓർക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന നേതാവിനെ വെറും ഒരു സൂപ്പർഫിഷ്യലായിട്ട് നമ്മൾ വിലയിരുത്തുന്നത് ശരിയല്ല. കാരണം അടിയന്തരാവസ്ഥക്കാലത്ത് അത്രയും ഭീകര മർദ്ദനങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ്. പിന്നീട് ചേഞ്ച് ചെയ്ത് 1970 അന്ന് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. പക്ഷേ അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. 75 ആ പീഡനത്തിന് ശേഷമാണ് പിണറായിയുടെ എന്ന നേതാവ് ഒരു ഫയർ ബ്രാൻഡ് പൊളിറ്റീഷ്യനായിട്ട് വരുന്നത്. നിയമസഭയിലൊക്കെ അദ്ദേഹത്തെ 90കളിൽ കാണുമ്പോൾ അദ്ദേഹം പാർട്ടിക്കുള്ളിലെ ഏറ്റവും കരുത്തനായിട്ടൊരു MLA-യും രാഷ്ട്രീയ നേതാവുമാണ്. പക്ഷേ അദ്ദേഹം പരസ്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന തരത്തിൽ 90ൽ തുടക്കത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ 98 ആയപ്പോഴേക്കും അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആവുന്നു. പിന്നെയുള്ള ഒരു 98 മുതൽ 25 എന്ന് വെച്ചാൽ ഒരു 10-27 വർഷത്തെ കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ എന്ന പേര് അതിശക്തമായിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വിയോജിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. കാരണം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരുപാട് വിവാദങ്ങളിൽ പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. അത് ഒരുപാട് സംഭവങ്ങളുടെ പേരിലായാലും അതൊക്കെ വരികയും അതിനൊക്കെ അദ്ദേഹം നേരിട്ടു എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ഇങ്ങനെ അത് വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ വീണു പോകാറുണ്ട്. പക്ഷെ എവിടെയും കൂസുന്നില്ല, പിൻവാങ്ങാൻ തയ്യാറാവുന്നില്ല. അത് പല രാഷ്ട്രീയ നേതാക്കൾക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു വിമർശനത്തിൻ്റെ കുന്തമുന നേരിട്ടിട്ടുള്ള ചുരുക്കം നേതാക്കളിൽ ഒരാളാണ് പിണറായി വിജയൻ. ഇപ്പോൾ 80 വയസ്സിലെത്തി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് വിരമിക്കലിൻ്റെ പ്രായമാണ്. പക്ഷേ ഇപ്പോഴും പിണറായി വിജയൻ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നല്ല ഊർജ്ജത്തോടെയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നടപ്പിലും ഭാവത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ കർക്കശ സ്വഭാവത്തിന് മാറ്റമില്ല. അടുത്തിടെ സർക്കാരിൻ്റെ 9ാം വാർഷികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ വന്ന് 4ാം വാർഷികം, 9 വർഷമായി പിണറായി മുഖ്യമന്ത്രിയായിട്ട്. അപ്പോൾ അത് ഒരുപക്ഷെ ഒരു വലിയ ചരിത്രമാണത്. കാരണം വേറെ ആർക്കും 9 വർഷങ്ങൾ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 77 സി അച്യുതമേനോൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്ന് മുഖ്യമന്ത്രിയായിട്ട് പിന്നെ കെ കരുണാകരനാണ് വന്നത്. പല തവണയായിട്ട് പിണറായി വിജയനേക്കാൾ 3 തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള ആൾക്കാരുണ്ട്, കെ കരുണാകരനും എ കെ ആൻ്റണിയും. പക്ഷേ ഇത്രയും കാലം അവരൊക്കെ ഇരുന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. എന്തായാലും പിണറായി വിജയൻ തുടർച്ചയായിട്ടാണ് 9 വർഷം മുഖ്യമന്ത്രിയായിരിക്കുന്നത്. മെയ് മാസം അടുത്ത മെയ് എത്തുമ്പോൾ 10 വർഷമാവും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ. മെയ് 24 1945 ആണ് പിണറായിൽ ജനിക്കുന്നത്. പിണറായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഈറ്റില്ലമാണ്. ആ ഈറ്റില്ലത്തിൽ നിന്ന് വരുന്ന ഒരു ഈറ്റപ്പുലി. ഒരുപക്ഷെ അദ്ദേഹം പാർട്ടി തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിക്കുകയും മുഖ്യമന്ത്രിയായിട്ട് വരികയൊക്കെ ചെയ്തപ്പോൾ മിന്നൽ പിണറായി എന്നാണ് അദ്ദേഹത്തെ, മിന്നൽ പിണറായി. ഇപ്പോൾ സാധാരണ മിന്നൽ പിണർ എന്നുള്ള പ്രയോഗം തന്നെയുണ്ട്. മിന്നൽ പിണറായി എന്നാണ് പിണറായി കുറിച്ച് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നൊരു വെല്ലുവിളി ലാവ്ലിൻ കേസാണ്. SNC ലാവ്ലിൻ കനേഡിയൻ കമ്പനിയാണ്. അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരിക്കെ ഈ കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിനുമായി നടത്തിയ ഒരു കരാർ, അതിൽ അഴിമതി ഉണ്ടായി എന്നുള്ള പേരിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര കാലം, എത്രയോ കാലമായത് ഇപ്പോഴും 10-25 വർഷത്തിലേറെയായി ആ വിവാദം ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ അത് ഏതാണ്ട് കെട്ടടങ്ങി. കാരണം പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുണ്ടായിരുന്ന കാലത്താണ് അതിന് വലിയ രീതിയിൽ ആ വിവാദം ഉയർന്ന് പൊങ്ങിയത്. ഒരുപക്ഷെ അതിനെക്കുറിച്ച് പല വാദങ്ങളുമുണ്ട്. അതിൻ്റെ മെറിറ്റിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം നായനാർ സർക്കാരിൻ്റെ കാലത്താണ് അത് പാർട്ടിയിലെ ഉന്നതർ ആവശ്യപ്പെട്ട് പിണറായി ചെയ്തു എന്നുള്ള തരത്തിലാണ്. പിണറായിക്ക് നേരിട്ട് ബന്ധമില്ല എന്നുള്ളത് കോടതി തന്നെ പറയുകയും പിണറായി അതിൽ നിന്ന് മോചനാവുകയും ചെയ്തു. അതേ ചൊല്ലി അനുകൂലവും പ്രതികൂലമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല, അത് കോടതികൾ തീരുമാനിക്കട്ടെ. എന്തായാലും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് ഒരു SNC ലാവ്ലിൻ വെച്ചുകൊണ്ട് വിലയിരുത്താനാവില്ല. അതുപോലെ തന്നെ വർഗീയതയ്ക്കെതിരെ പൊതുവെ അതിശക്തമായി നിലപാടെടുക്കുന്ന ഒരു മലബാറിയൻ ശൈലിയുടെ നേതാവായിട്ടാണ് അറിയപ്പെടുന്നത്. പിണറായി എപ്പോഴും അവകാശപ്പെടുന്നൊരിതുണ്ട്, ഞങ്ങൾ ചോരച്ചാലുകൾ നീന്തിക്കടന്നു വന്നതാണ്, വാൾ മുനയുടെ തുമ്പിലൂടെ നമ്മൾ നടന്നു നീങ്ങിയവരാണ്, ഞങ്ങളെ കീഴ്പ്പെടുത്താനാവില്ല എന്നുള്ള നിലപാടാണ് എല്ലാ കാലത്തും പിണറായി സ്വീകരിച്ചിട്ടുള്ളത്. 2 തരം നേതാക്കളുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെപ്പോലുള്ള നേതാക്കൾ, എ കെ ആൻ്റണിയെപ്പോലുള്ളവർ പൊതുവെ സ്വീകാര്യരായിട്ടുള്ള വളരെ സോഫ്റ്റ് ടോൺഡ് രാഷ്ട്രീയമാണ്. അവർ ഫൈറ്റിന് പോകുന്നവരല്ല. കെ കരുണാകരൻ ഫൈറ്ററായിരുന്നു.
പിണറായി വിജയൻ ഫൈറ്ററാണ്, വി.എസ്. അച്യുതാനന്ദൻ ഫൈറ്ററാണ്, EMS സൈദ്ധാന്തികത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ EMSന് രണ്ട് സർക്കാരുകൾക്കും അധികാരത്തിൻ്റെ 5 വർഷം തേക്കാനായില്ല. 57 വിമോചന സമരം, 67 വീണ്ടും CPI ഒക്കെ ആയിട്ട് ഇടഞ്ഞുകൊണ്ട് CPI മന്ത്രിമാർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. EMS ഉടനെ തന്നെ അവർ പിന്തുണ പിൻവലിച്ച് EMS സർക്കാർ വീഴുന്ന അവസ്ഥയുണ്ടായി. EMS ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരനല്ല, സൈദ്ധാന്തികനായിരുന്നു. പക്ഷെ നായനാർ കുറച്ചും കൂടിയും ഇക്കാര്യത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് ഇത് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ PJ ജോസഫ് അടക്കമുള്ള കേരള കോൺഗ്രസിനെ കൂടെ നിർത്തിയതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കറിയാം. PJ പിണങ്ങി പോകുമ്പോൾ PJനെ വിളിച്ചിട്ട് PJക്ക് എന്താ വേണ്ടത്, PJ പറഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് PJ എല്ലാവരെയും കൂടെ നിർത്തുന്ന ഒരു ശൈലി നായനാർക്കുണ്ടായിരുന്നു. നായനാർ ഹാസ്യവും ഗൗരവവും എല്ലാം കൂടി കൂട്ടിക്കലർത്തിക്കൊണ്ട് പോയിരുന്ന ആളാണ്. പക്ഷേ ആ നായനാരുടെ ഹാസ്യ ശൈലി എന്തായാലും പിണറായിക്ക് വഴങ്ങില്ല. പക്ഷേ അടുത്ത കാലത്തായി പിണറായി കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട്. പണ്ട് പിണറായി ചിരിക്കാറില്ല, ചിരിക്കാൻ പിശുക്ക് കാട്ടുന്ന നേതാവെന്നാണ് പിണറായിയെക്കുറിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പിണറായി അത്യാവശ്യം ചിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും അവസാനം ഈ പിറന്നാൾ, ഈ സർക്കാരിൻ്റെ 4ാം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മധുരം നൽകി. എനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയ ഒരു ചേഞ്ചാണ്. മാധ്യമപ്രവർത്തകരോട് എപ്പോഴും അകലം പാലിക്കുന്ന ആൾ മധുരം നൽകുന്നത്. കാരണം അടുത്ത ഒരു ഭരണത്തിൻ്റെ സാധ്യതകൾ പിണറായി ഒരു പക്ഷേ മുന്നിൽ കാണുന്നുണ്ടാവും. കാരണം കോൺഗ്രസ് പാർട്ടിയിലൊക്കെ ഒരുപാട് അലോസരങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ മുതലാക്കാനായാൽ തനിക്ക് വീണ്ടും 3ാമതൊരു ഊഴം വരുമെന്നുള്ള ചിന്ത, ആ തരത്തിൽ കരുനീക്കങ്ങൾ പിണറായി നടത്തുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം പിണറായി വിജയൻ എന്ന സാമർഥ്യമുള്ള, പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, കേരളത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അടുത്തിടെ വന്ന ഒരു ചില പ്രസ്താവന തന്നെ RSSനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ക്രൈസ്തവ സഭകളിൽ വർഗീയത കുത്തിവയ്ക്കാൻ RSS ചില സംഘടനകൾ രംഗത്തിറക്കിയിരിക്കുന്നു എന്നുള്ളത് പിണറായി പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു. പിണറായി എന്ന രാഷ്ട്രീയക്കാരൻ ഓരോ സമുദായങ്ങളിലും ഓരോ പ്രസ്ഥാനങ്ങളിലും നടക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഒരുപാട് നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ശരിയോ തെറ്റോ അതൊക്കെ കാലം വിലയിരുത്തട്ടെ. പിണറായി പറഞ്ഞെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടാവും. ക്രൈസ്തവ വിഭാഗങ്ങളിൽ വർഗീയത കുത്തിവയ്ക്കാൻ, മുസ്ലിം വിരുദ്ധത കുത്തിവയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് പിണറായി സംസാരിച്ചത്. അപ്പോൾ ഓരോ രാഷ്ട്രീയ നീക്കങ്ങളെയും വിലയിരുത്തുന്ന, ഓരോ കാലത്തും അതിന് കൃത്യമായിട്ടുള്ള ദാർശനികമായിട്ട് അധികം സംസാരിക്കാനുള്ള പ്രാക്ടിക്കൽ രാഷ്ട്രീയമാണ്. അത് V.S. അച്യുതാനന്ദനും അതേ രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ പിണറായി എന്ന വ്യക്തി, പിണറായി എന്ന ഭരണാധികാരി, പിണറായി എന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഇപ്പോൾ കാണുന്ന സാധാരണ വിലയിരുത്തൽ കൊണ്ട് വിലയിരുത്താവുന്ന ഒരു നേതാവല്ല പിണറായി. വ്യക്തിപൂജ പാടില്ല എന്ന് CPM പറയാറുണ്ട്. പക്ഷേ CPMൽ എല്ലാ കാലത്തും ഒരു വ്യക്തിപൂജയോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി വരുന്ന ആൾക്കാർക്ക് അതിൽ പാർട്ടിയിൽ അപ്രമാദിത്വം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് EMSൻ്റെ കാലത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ അജണ്ട നിശ്ചയിച്ചിരുന്നത് EMS ആണ്. അത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കൃത്യമായിട്ട് എടുത്തുപയോഗിക്കാൻ EMSന് അറിയാമായിരുന്നു. കരുണാകരനും ഇതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിനും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഇവിടുത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ നന്നായി പഠിച്ച ഒരാളാണ് K. കരുണാകരൻ. പ്രായോഗിക രാഷ്ട്രീയക്കാരനാണ്. ഇവരൊക്കെ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. K. കരുണാകരൻ കണ്ണൂരിൽ നിന്നാണ്, നായനാർ കണ്ണൂരിൽ നിന്നാണ്, പിണറായി കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ പ്രധാനപ്പെട്ട EMS മലബാറിൽ നിന്നാണ്, പാലക്കാട് നിന്നാണ്. AK ആൻ്റണി ചേർത്തല നമുക്കറിയാം. പക്ഷേ ഭൂരിപക്ഷം മുഖ്യമന്ത്രി ആയിട്ട് വന്നവരൊക്കെ കണ്ണൂരിൽ നിന്നും മലബാറിൽ നിന്നും വന്ന നേതാക്കളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്നാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയെയും ഒരുപക്ഷെ പിണറായി വിജയനെയും അടുത്ത കാലങ്ങളിൽ മുഖ്യമന്ത്രി താരതമ്യപ്പെടുത്തിയാൽ വളരെ വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ നടക്കുന്നത്. ഉമ്മൻചാണ്ടി ആരോടും അങ്ങനെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് ചൂടാവുകയോ പുള്ളിയുടെ ഇവിടെ വന്ന് ആര് നിരങ്ങിയാലും പുള്ളിയോട് പെരുമാറിയാലും പുള്ളി അത് വളരെ തന്മയത്വത്തോടെ നേരിടുന്ന, എന്നാൽ കർക്കശം ഒട്ടും കാണിക്കാത്ത നേതാവായിരുന്നു. പക്ഷേ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പിണറായി. പക്ഷേ രണ്ടുപേരും തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയമായിട്ട് പിന്നീട് അവർ തമ്മിൽ എവിടെയൊക്കെ തെറ്റിയിട്ടുണ്ട്. കാരണം പിണറായി വിജയനെതിരെ SNC ലാവലിൻ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടിയാണ്. അതോടെ ആ സൗഹൃദത്തിൻ്റെ തലം തെറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ SNC ലാവലിൻ കേസ്, ഉമ്മൻചാണ്ടി SNC ലാവലിൻ കേസ് എങ്ങനെ പ്രഖ്യാപിച്ചോ ഏതാണ്ട് അതുപോലെ തന്നെ പിണറായി വിജയൻ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടി പ്രശ്നത്തിലായതൊക്കെ നമുക്കറിയാവുന്ന കഥകളാണ്. പിന്നീട് ഉമ്മൻചാണ്ടി അതിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചെങ്കിലും ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയക്കാരനെ വീണ്ടും അധികാരത്തിലെത്തുന്നത് തടയാൻ
പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM-ൻ്റെ തന്ത്രത്തിന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ആജ്ഞാശക്തിയുടെ കാര്യത്തിൽ പിണറായിയെ വെല്ലാൻ ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അടുത്ത സമീപകാലത്ത്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സോളാറിൻ്റെ പേരിൽ ഒരു വലിയ സെക്രട്ടേറിയറ്റ് വളയൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതാണ്ട് 10-50,000 പേര് അണിനിരത്തിയാണ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരെ തടയണ്ട എന്നൊരിതുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയൊക്കെ കടന്നു പോയിക്കോട്ടെ. പക്ഷേ ഇത് വളഞ്ഞു വെച്ചതിന് ശേഷം ഇവർ തമ്മിലൊരു ഇതിൽ ഉമ്മൻചാണ്ടിയെയും മുഖ്യമന്ത്രിമാർ ഒക്കെ സെക്രട്ടേറിയറ്റിലേക്ക് കടത്തി വിട്ടോളാനൊരു പാർട്ടി തീരുമാനമായി. പക്ഷേ പല നേതാക്കൾ, കോടിയേരി, MA ബേബി അടക്കം പല നേതാക്കളും ചെന്ന് അണികളോട് ആ ഒരു മാർഗം അവർക്ക് കടന്നു പോകാൻ കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നില്ല. പിണറായി വരുന്ന രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. പിണറായി വരുന്നു, മാറട എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ടിറങ്ങി. അണികളൊക്കെ ഒരു നിമിഷം പോലും ഇതില്ല, എല്ലാവരും മാറി. ആ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങിച്ചെന്ന് തൻ്റെ ഇടത്തോടെ ഏത് അണിയോടും നേരിട്ട് സംസാരിക്കാൻ കഴിവുള്ള നേതാക്കൾ, അത് CPM പോലുള്ള പാർട്ടിയിൽ അത് വലിയൊരു ഇതാണ്. കാരണം അവർ സാധാരണ അണികൾ അത്ര തീവ്ര നിലപാടുള്ള ആൾക്കാരാണ്. അവരെയൊക്കെ അത് പിണറായി വിജയനെ കഴിഞ്ഞിട്ട് വേറൊരു നേതാവിനുള്ളൂ. അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഞാനിപ്പോഴും ഓർക്കുന്നു, കോട്ടയം സംസ്ഥാന സമ്മേളനത്തിൽ അവിടെ VS അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയും കുപ്പികൾ വലിച്ചെറിയുകയും ചെയ്തപ്പോൾ മൈക്കെടുത്തുകൊണ്ട് ആ ജനക്കൂട്ടത്തിലെ ആ വിഭാഗത്തിന് നേരെ അതിശക്തമായിട്ട് വളണ്ടിയർമാരോട് വന്ന് ഇവരെയൊക്കെ പിടിച്ചു മാറ്റാൻ പറയുന്ന ആ പാർട്ടി സെക്രട്ടറിയുടെ ഒരു എന്താ പറയുക രൗദ്രഭാവം, അത് സാധാരണ വേറെ പാർട്ടി സെക്രട്ടറിമാരൊക്കെ കാണിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിശക്തമായിട്ടുള്ള നിലപാടാണ് പിണറായി വിജയനുള്ളത്. അപ്പോൾ പിണറായി വിജയൻ്റെ ആ നിലപാടുകളോട് നമുക്ക് യോജിക്കാം. ഞാൻ അതിനല്ല, പിണറായി വിജയൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് 80 വയസ്സിലെത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ കുറച്ചും കൂടിയും നിഷ്പക്ഷമായും അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം എടുത്തുകൊണ്ട് നടത്തേണ്ടിയിരിക്കുന്നു. പിന്നീട് വന്ന കാലത്തൊക്കെ ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. അതിൻ്റെ മെറിറ്റിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. 80 വയസ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തെ കുറ്റാരോപിതനായി പ്രതിക്കൂട്ടിൽ നിർത്താനല്ല ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഒരാളെ 80 വയസ്സ് തികയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെയും രാഷ്ട്രീയ ജീവിതത്തിലെയും ഒരു നാഴികക്കല്ലാണ്. അദ്ദേഹം വീണ്ടും ഇനി മുഖ്യമന്ത്രിയായി വരുമോ, എന്തായിരിക്കും? കാരണം അതിൻ്റെ ക്ലൈമാക്സിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ക്ലൈമാക്സിൽ പിണറായി വിജയനെ പോലൊരു നേതാവ് നിൽക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ വളരെ സ്വതന്ത്രമായി നടത്തണം എന്നുള്ള ചിന്തയിലാണ് ഞാനിതൊക്കെ പറഞ്ഞത്. പിണറായി വിജയനെക്കുറിച്ച് എതിർക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി പിണറായി വിജയൻ കാത്തു സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളിലുള്ള ഒരു കൃത്യനിഷ്ഠ, ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്നത്, അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള ചങ്കൂറ്റം, ഇതൊക്കെ കാര്യങ്ങളാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് പറയാറുള്ളത് കുടുംബത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർ പലതും മറക്കുന്നതെന്നാണ്, പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ. അത് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കൾക്കെതിരെ വന്നിട്ടുണ്ട്. കെ കരുണാകരനെതിരെ മക്കളോട് പ്രീതി കാണിച്ചു, അവർക്ക് സീറ്റ് വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയോ ആരോപണം ഉണ്ടായിട്ടുണ്ട്. EMS കുറിച്ച് അങ്ങനെ അധികം ഉയർന്നു വന്നിട്ടില്ല. കാരണം EMS മക്കളാരും അങ്ങനെ രാഷ്ട്രീയത്തിൽ EM ശ്രീധരനൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ മക്കളാരും അങ്ങനെ രാഷ്ട്രീയത്തിൽ കാര്യമായിട്ട് ഇടപെട്ട് വന്നിട്ടില്ല. ഫിനാൻസ് രംഗത്തൊക്കെ EM ശ്രീധരൻ ഉണ്ടായിരുന്നു. പിന്നെ VS അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ മകനെ ചൊല്ലി ചില വിവാദങ്ങളൊക്കെ ഉയർന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ VS അതിനൊക്കെ മറുപടി കൊടുത്തിരുന്നു. AK ആൻ്റണിയും ഒരു പരിധി വിട്ട് മക്കളെ ഒന്നും രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. പക്ഷേ മകൻ അനിൽ ആൻ്റണി BJP രാഷ്ട്രീയത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിന് നേരെ കല്ലേറുണ്ടായി. അദ്ദേഹത്തിന് അതിൽ പങ്കില്ലെങ്കിലും സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ തലപ്പത്തിരുന്നൊരു നേതാവിനെതിരെ വരുമ്പോൾ സ്വാഭാവികമായും BJPയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് നേരെയും ഇതുണ്ടാവാം. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് പിന്നെ സോളാർ വിവാദം മറ്റു കാര്യങ്ങളൊക്കെ അറിയാതെ മക്കളുടെ കാര്യത്തിലും സോളാർ വിവാദം ഉണ്ടായപ്പോൾ മക്കളെ ചൊല്ലി ഉമ്മൻചാണ്ടിയെ ഭാര്യയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ നേതാക്കൾ വരുമ്പോൾ കുടുംബാംഗങ്ങളും ഇവിടെയും മറ്റേ പിണറായി വിജയൻ്റെ കാര്യത്തിലും മകൾക്കെതിരെ ഉള്ള ആക്ഷേപങ്ങളുമായിട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. അത് സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെ സത്യാന്വേഷണങ്ങൾ ഒക്കെ വരട്ടെ. കാരണം അതൊക്കെ ഏജൻസികൾ അന്വേഷിക്കുകയും ചിലത് തള്ളുകയും ചിലത് കൊള്ളുകയൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊന്നും അറിയില്ല. അത് രാഷ്ട്രീയമായിട്ട് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നതാണ് എന്ന തരത്തിലാണ് പാർട്ടി അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പോകട്ടെ. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ്
കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന നേതാവായിട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ പ്രതിപക്ഷത്ത് 3-4 നേതാക്കൾ ഒരുമിച്ച് നിന്ന് അല്ലെങ്കിൽ അവർ നേതൃത്വം പങ്കിടുമ്പോൾ CPM-ൽ ഇപ്പോഴും അവസാന വാക്ക് പിണറായി തന്നെയാണ്. പിണറായി വിജയൻ എന്ന് താൻ അവിടെ നിന്ന് ഒഴിയുന്നു എന്ന് തീരുമാനിക്കുന്നത് വരെ പിണറായി വിജയൻ തന്നെയായിരിക്കും. പാർട്ടിയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ മറ്റു നേതാക്കളൊക്കെ ഉണ്ടെങ്കിലും ആ തരത്തിലുള്ള ഒരു ചേരിതിരിവ് ഇപ്പോൾ പാർട്ടിയിലില്ല. ചേരികൾ ഉള്ളിലുണ്ടാവാം, പക്ഷെ പുറത്തേക്ക് പിണറായി വിജയൻ്റെ ശൈലിയോട് ഏറ്റുമുട്ടുന്ന നേതാക്കളോ ഒരു ഗ്രൂപ്പോ എമർജ് ചെയ്ത് വന്നിട്ടില്ല. ഒരുപക്ഷെ MA ബേബി പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി മാറിയപ്പോൾ മാധ്യമങ്ങൾ ഒരുപാട് തരത്തിൽ ബേബിയാണ് പിണറായിക്ക് ഇനി എതിരാളിയായിട്ട് വരും. പക്ഷേ ബേബി തൻ്റെ അഖിലേന്ത്യാ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിലും സംസ്ഥാന ഭരണത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളിലോ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാത സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല പിണറായിക്ക് പൂർണ്ണമായിട്ട് പിന്തുണ നൽകിക്കൊണ്ട് നിൽക്കുകയുമാണ്. അപ്പോൾ പിണറായി വിജയൻ 80 വയസ്സിൽ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് 80 വയസ്സ് എന്നുള്ളത് തന്നെ അത്ഭുതമായിരിക്കും. കാരണം പിണറായി ഇപ്പോഴും ഒരു 50കളിൽ നിൽക്കുന്നൊരു നേതാവിൻ്റെ പ്രസരിപ്പും അദ്ദേഹത്തിൻ്റെ ചിന്താ രീതിയും ഒക്കെ അതുപോലെയാണ്. 80 വയസ്സുകാരൻ്റെ ഇതല്ല, ചടുലമായിട്ടുള്ള ചില നീക്കങ്ങളുണ്ട്. അത് പക്ഷേ നടക്കുന്ന കാര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ടാവുമെങ്കിലും ചിന്തിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും പിണറായി ശൈലിയുണ്ട്. അധികം മിന്നൽ പിണറായി തന്നെയാണ്.